പണ്ട് തോമസ് ഐസക്ക് ലോട്ടറി വിവാദത്തിൽ സതീശനെ വെല്ലുവിളിച്ചു. സതീശൻ അദ്ദേഹത്തെ മൂക്കുകൊണ്ട് ധൃതരാഷ്ട്ര അതായത് സതീശൻ തോമസ് ഐസനെ കൊണ്ട് മൂക്കുകൊണ്ട് ധൃതരാഷ്ട്രർ എന്ന് സതീശൻ തോമസ് ഐസക്കിനെ കൊണ്ട് എഴുതിപ്പിച്ചു. എന്നിട്ട് പറയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങാനും സതീശനോട് ഏറ്റുമുട്ടാൻ വന്നാൽ സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് മൂക്കുകൊണ്ട് ധൃതരാഷ്ട്രർ എന്നല്ല ഹൃത്തിക് റോഷൻ എന്ന് എഴുതിക്കും. അതുകൊണ്ട് പൊന്നു പിണറായിയെ നിങ്ങൾ വരണ്ട എന്ന് സലീം കുമാർ പറയാണ്. ഇതിനെക്കാട് അങ്ങപ്പറ അപമാനം കേട്ടോ. തൂങ്ങി ചത്തോഴോ കാരണഭൂതമേ. ഉളുപ്പില്ലാതെ മുഖ്യമന്ത്രി എന്താ എങ്ങനെയാണ് നിന്നെയൊക്കെ കഴിഞ്ഞ 10 വർഷം എടുത്ത ജനങ്ങള് അവരിങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇനി ആകെ 8 ദിവസം, 9ാം ദിവസം പോയി കണ്ട് കുത്തും ഇവനോട്. എന്നിട്ട് പറയും കടക്ക് പുറത്ത് വിജയ, അല്ലേ, കടക്ക് പുറത്ത് വിജയ. ഇത് പറയാൻ വേണ്ടി ജനം കാത്തു നിൽക്കുകയാണ്. അതാണ് സലീം കുമാർ വളരെ കൃത്യമായി പറയുന്നത്. ഇനി സലീം കുമാർ അദ്ദേഹത്തിന്റെ മുൻ ഈ പ്രസംഗങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്, അതായത് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നില്ല, പകരം കെമിസ്ട്രി പറയാം. മൂപ്പര് സലീം കുമാർ ഒരു കെമിസ്ട്രി കാര്യം കൂടി പറഞ്ഞു. ഞാൻ രാഷ്ട്രീയം എന്ന് പറയില്ല, ഞാനൊരു കെമിസ്ട്രി പറയാം, രസതന്ത്രം പറയാം. അതായത് ഈ സ്വർണത്തിന്റെ അയിരിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം സയനൈഡ് ആണ് ഉപയോഗിക്കുക. പൊട്ടാസ്യം സയനൈഡ് ഉപയോഗിച്ചിട്ടാണ് സ്വർണത്തിന്റെ അയിരിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുക. സലീം കുമാർ പറയുന്നു, ഇനി മുതൽ ഇത്ര വലിയ സാങ്കേതിക പരിപാടിയിലേക്ക് നമ്മൾ പോണ്ട. സ്വർണം വേർതിരിച്ചെടുക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരു സഖാവിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഒരു സഖാവിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഓൻ സ്വർണം വേർതിരിക്കും. പക്ഷെ സ്വർണം കൊണ്ട് അയാൾ പോകട്ടോ. സ്വർണം വേർതിരിക്കുകയും ചെയ്യും, സ്വർണം കൊണ്ട് പോവുകയും ചെയ്യും. ആര്? സഖാവ്. അപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് സ്വർണത്തിന്റെ അയിരിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് എന്താ പറയാ രാസ സംയുക്തങ്ങളൊക്കെ ഇതിൽ ചേർക്കണം. പ്രത്യേകിച്ചും പൊട്ടാസ്യം സൈനൈഡ് ഒക്കെ ചേർക്കണം. ഏറ്റവും അപകടകരമായ ഒരു രാസ വസ്തുവാണ്, ഒരു കെമിക്കലാണ് ഈ പൊട്ടാസ്യം സൈനൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം. അതൊക്കെ ചേർത്തിട്ടാണ് പ്രത്യേക രാസവിദ്യകളിലൂടെയാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. ഒന്നും വേണ്ട. ഒരു സഖാവിനെ അവിടെ കൊണ്ട് ഇരുത്തിയാൽ സഖാവ് അതിൻ്റെ അകത്തുള്ള സ്വർണം മുഴുവനും മൂപ്പര് ഊറ്റിയെടുത്തിട്ട് മൂപ്പര് കൊണ്ടുപോകും. അതാണല്ലോ നമ്മൾ ശബരിമലയിൽ കണ്ടത് അല്ലേ, സംസാരിച്ചിരുന്നല്ലേ. ഏതൊരു കുട്ടി അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ റോട്ടിൽ കൂടെ പോയപ്പം ആകെ കണ്ണു തള്ളിയിട്ട് ഇതെന്താ അമേരിക്കയാണോ, അമേരിക്കയിൽ തന്നെ തിരിച്ചെത്തിയോ എന്നൊക്കെ ചോദിച്ചത് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ആ കുട്ടിയെ കാണാൻ വേണ്ടി, ഈ കുട്ടി ആരപ്പ സ്വർണം കെട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് അവിടെ കിടക്കട്ടെ. അപ്പൊ ഈ കുട്ടി ആരപ്പ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സലീം കുമാർ ഇങ്ങനെ നാടാകെ ചുറ്റിക്കറങ്ങി അവസാനമാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി കേരളത്തിലെ ഒരു മാനസിക രോഗ ആശുപത്രിയിൽ ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കുട്ടിക്ക് കേരളത്തിലെ തകർന്ന റോഡ് കാണുമ്പോഴും കേരളത്തിലെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഈ അവസ്ഥ കാണുമ്പോഴും കുട്ടിക്ക് തോന്നുകയാണ് ഇത് അമേരിക്കയാണെന്ന് തോന്നുന്നതെന്ന് പറയാൻ ഏറ്റവും വലിയ മാനസിക രോഗമില്ലേ. കുട്ടിയുടെ മാനസിക നില ആകെ തകരാറിലായതുകൊണ്ട് ഈ കുട്ടിയെ മാനസിക രോഗാശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് ഈ അച്ഛൻ സലീം കുമാറോട് പറഞ്ഞത്രേ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ആളുണ്ടല്ലോ, ഈ 3 ലക്ഷം കോടിയും ചാക്ക് കെട്ടിയിട്ട് വ്യവസായം തുടങ്ങാൻ വേണ്ടി വന്ന ആളെയും മൂപ്പരൊന്ന് അന്വേഷിച്ചു പോയപ്പോൾ ആ കുട്ടി കിടന്ന വാർഡിന്റെ തൊട്ടടുത്ത വാർഡിലുണ്ട് അയാൾ കിടക്കുന്നത്. അയാളെ ഷോക്ക് അടിപ്പിക്കാൻ കൊണ്ടതാണ്. ഇതാണ് സലീം കുമാർ പറഞ്ഞ തമാശ, ലോക തമാശയിൽ ഇത്. കാരണം പിണറായി വിജയന്റെ തള്ള് പൊളിച്ചടുക്കി കൊടുക്കുകയാണ്. പിണറായി വിജയന്റെ PR ടീം പിണറായി വിജയൻ പറഞ്ഞു കൊടുത്ത 2 കഥകളാണ്. അതല്ലാതെ അമേരിക്കയിൽ നിന്ന് വന്ന ഇങ്ങനെ ഒരു കുട്ടിയുമില്ല, 3 ലക്ഷം കോടിക്ക് വ്യവസായം തുടങ്ങാൻ വന്ന വ്യവസായം ഇല്ല. ഇയാളുടെ കള്ളക്കഥ. ഈ കള്ളക്കഥയാണ് സലീം കുമാർ പൊട്ടിച്ചത്. തന്നെക്കാൾ അങ്ങേപ്പുറം എങ്ങനെയാ അത് പൊട്ടിക്കുക? ഈ പറഞ്ഞ 2 ആൾക്കാരും മാനസിക രോഗാശുപത്രിയിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞത് അതെന്തോ വലിയ അപരാധമായി പോയി. ഇയാളപ്പം തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നത്. സലീം കുമാറിനെ തൂക്കിക്കൊല്ലണം. സലീം കുമാർ ആരെ അധിക്ഷേപിച്ചു? മാനസിക രോഗികളെ, മാനസിക വൈകല്യമുള്ളവരെ അധിക്ഷേപിച്ചു ഇയാള്. ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇതാണ് സ്ഥിതി. അപ്പോഴാണ് സലീം കുമാറിന്റെ ഏറ്റവും പുതിയ എന്താ പറയാ ഈ പറയുന്ന തമാശ പ്രസംഗം നമ്മുടെ മലയാള മനോരമ ഇന്ന് ബാക്ക് പേജിൽ വളരെ വിശദമായി തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുന്നേ സലീം കുമാർ പറഞ്ഞ ഒരു തമാശ കൂടി കേൾക്കണേ. ഈ മെസ്സി കേരളത്തിലേക്ക് വരും പറഞ്ഞിട്ട് സ്പോർട്സ് മന്ത്രി അബ്ദുറഹിമാനും ഇവിടുത്തെ കുറെ സഖാക്കന്മാരും വലിയ തള്ളിയിരുന്നല്ലോ. ഇതിനു വേണ്ടി 100 കോടിയൊക്കെ ഇതിന് വകയിരുത്തിയിരുന്നു. മെസ്സി വരും, മെസ്സിനെ കൊണ്ട് കളിപ്പിക്കും. അവസാനം മെസ്സി വന്നില്ല. അപ്പൊ സലീം കുമാർ പറയാണ് മെസ്സി എന്തുകൊണ്ട് വന്നില്ല എന്ന് ഞാൻ മെസ്സിനോട് ചോദിച്ചപ്പോൾ മെസ്സി എന്താ പറഞ്ഞറിയോ? മെസ്സിക്ക്
ഏതാണ്ട് 8-9 രാജ്യങ്ങളിൽ നിന്ന് എന്താ പറയാ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സ്വർണ്ണ പന്തുകൾ ഉപഹാരമായി കിട്ടിയിട്ടുണ്ട്. സ്വർണ്ണ. മെസ്സി പറയാണ്, ഞാനെങ്ങാനും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ അയ്യപ്പന്റെ സ്വർണം വരെ കട്ടുണ്ടായ ആൾക്കാരാണ്. ഞാൻ അങ്ങോട്ട് വരികയാണെങ്കിൽ എൻ്റെ ഈ സ്വർണ്ണ പന്തുകൾ ഇറ്റിങ്ങൾ അടിച്ചെടുക്കൂലേ, അതുകൊണ്ട് വന്നില്ല എന്നാണ് മെസ്സി പറഞ്ഞത് അത്രേ. അപ്പൊ അത് സലീം കുമാറിന്റെ മറ്റൊരു തമാശയാണ്. എനിക്ക് തോന്നുന്നത് സലീം കുമാറിന്റെ ഈ ഇലക്ഷൻ തമാശകൾ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു പ്രത്യേക പുസ്തകമോ ഒക്കെ ഇറക്കാം. അത് ഭാവിയിൽ ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സാധനമാകുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ മലയാള മനോരമയിൽ സലീം കുമാറിന്റെ ഒരു പ്രസംഗത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തെന്താ അറിയോ? മുഖ്യമന്ത്രിയോട് സലീം കുമാർ പുലിമടയിൽ തലയിടല്ലേ. മുഖ്യമന്ത്രിയോട് സലീം കുമാർ പറയാണ്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് പുലിമടയിൽ തലയിടല്ലേ. എന്താ സംഭവം അറിയോ? വി ഡി സതീശൻ, അതായത് മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 4 ദിവസം മുമ്പ് പറഞ്ഞത്, എന്താ പറയാ, സംവാദത്തിന് തയ്യാറുണ്ടോ? ഞങ്ങളിതാ കേരളത്തെ 10 വർഷം കൊണ്ട് ഭരിച്ചു മുടിപ്പിച്ചതല്ല. അതാണ് യഥാർത്ഥത്തിൽ ഭരിച്ചു മുടിപ്പിച്ചതാണ്. പക്ഷെ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ 10 വർഷം കൊണ്ട് കേരളത്തെ ഞങ്ങളിതാ മാറ്റിമറിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ, നവോത്ഥാന കേരളം, ധൈര്യമുണ്ടോ ഒരു സംവാദത്തിന്? ഉള്ള കള്ളത്തരം മുഴുവൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, സംവാദത്തിന് ധൈര്യമുണ്ടോ? അങ്ങേ പുറത്തുനിന്ന് സതീശൻ പറഞ്ഞു, ധൈര്യമുണ്ട്, സംവാദം, ഡേറ്റ് നിശ്ചയിക്ക്, സ്ഥലം നിശ്ചയിക്ക്, ഞാൻ വരാം. പേടിച്ചുപോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ പേടിച്ചുപോയി. ഇങ്ങനെ പെട്ടെന്ന് സതീശൻ പറയുന്നത് വിചാരിച്ചില്ല കേട്ടോ. സ്ഥലം സമയം നിശ്ചയിക്കോ, ഞാൻ വരാം സംവാദത്തിന്. നിങ്ങൾ എന്തിനെ കുറിച്ചാണെങ്കിലും, ഇവിടെ കേരളത്തിൽ നിങ്ങൾ നടന്നു എന്ന് പറയുന്ന വികസനത്തെ കുറിച്ച്, നിങ്ങൾ ഇവിടെ ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് പരിപാടികളെ കുറിച്ച് സംവാദത്തിന് ഞാൻ തയ്യാറുണ്ട്. നിങ്ങൾ പറഞ്ഞ മുഴുവൻ കള്ളക്കഥയാണ്, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണെന്ന് ഞാൻ തെളിയിക്കാമെന്ന് സതീശൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പേടിത്തൂറി മുഖ്യമന്ത്രി അല്ലേ? പിണറായി വിജയൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള ഏക നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ പേടിത്തൂറി മുഖ്യമന്ത്രി എന്നാണ് പറയട്ടോ. മൂപ്പരെന്ന് പറയാലോ, ഇന്ദ്രനും ചന്ദ്രനും ഇടയിലൂടെ ഊരിപ്പിടിച്ച വാളുകൾക്കും കത്തികൾക്കും ഇടയിലൂടെ തല ഉയർത്തിപ്പിടിച്ചു വന്ന ആളാണ്. പ്രത്യേക ആക്ഷൻ കാണിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഓടിപ്പിച്ച ആളാണ്. ബ്രിട്ടൻ കോളേജ് പഠിക്കുമ്പോഴേ സുധാകരേട്ടൻ പറഞ്ഞിട്ട് ഇയാളെ ഓടിപ്പിച്ച് എന്താ പറയാ മൈലുകളോളം, ബ്രിട്ടൻ കോളേജിൽ നിന്ന് മൈലുകളോളം പിണറായി വിജയനെ അടിച്ചോടിപ്പിച്ച കഥ സുധാകരേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേടിത്തൂറിയായിരുന്നു ഇയാൾ. പഠിക്കുന്ന കാലത്തും പേടിത്തൂറിയായിരുന്നു വിജയൻ. ഇപ്പൊ അതിനേക്കാൾ വലിയ പേടിത്തൂറിയാണ്. ചോദ്യങ്ങളെ പേടിയാണ്. ഈ ചെറിയ ഒരു സഖാവ് പെൺകുട്ടിയാണ് പറഞ്ഞത്, ഒരു സെൽഫി എന്ന് പറഞ്ഞപ്പോൾ മാറി നിക്ക് എന്ന് പറഞ്ഞ അത്തമനല്ലേ ഇയാള്? സംസാരിച്ചു കൊണ്ടിരിക്കവേ ഒരു സഖാവ് CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ നികൃഷ്ടനല്ലേ ഇയാള്? അപ്പൊ ഇയാള് ഈ പറയുന്ന തള്ളുകളൊക്കെ നടത്തിയപ്പോഴാണ് സതീശൻ പറഞ്ഞത് സംവാദത്തിനുണ്ട്. അപ്പൊ പേടിത്തൂറി. അപ്പൊ പറഞ്ഞു സംവാദം ഫേസ്ബുക്കില് സംവാദം. എടോ, ഫേസ്ബുക്കിലെ സംവാദം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കിടന്നുറങ്ങാലോ. ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നത് മുഖ്യമന്ത്രി അല്ല എന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടിയൊക്കെ പോലെ അറിയാലോ. ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇടുന്നത് മുഖ്യമന്ത്രി കോടികൾ ചെലവിട്ട് എന്താ പറയാ നിയമിച്ച PR ടീമാണ്. ഇവിടുത്തെ പബ്ലിക് റിലേഷൻ ടീമും ഈ മുഖ്യമന്ത്രിയുടെ മറ്റെന്താ പറയാ ഉപദേശകന്മാരും എല്ലാമാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. അപ്പൊ മൂപ്പർ എന്താ പറയുന്നത്? ഞാനിങ്ങനെ സംവാദത്തിനൊന്നുമില്ല. സംവാദത്തിന് വിവരം വേണ്ടേ? സംവാദത്തിന് വി ഡി സതീശൻ കൃത്യമായ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ വി ഡി സതീശന്റെ ആരോപണങ്ങളെ അല്ലെങ്കിൽ വി ഡി സതീശന്റെ വാക്കുകളെ എന്താ പറയാ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിക്ക് ബോധവും വിവരം വേണ്ട. ഇയാൾക്ക് പണ്ട് ശിവശങ്കർ പറഞ്ഞല്ലേ, ഈ മനുഷ്യന് ഒരു ബോധവും വിവരമില്ല, ഒരു കടലാസിൽ എന്തെങ്കിലും എഴുതി കൊടുത്താൽ അതിന്റെ അടിയിൽ ഇങ്ങനെ ഷൂ വരയ്ക്കാൻ അറിയാം, അത്രയേ ഉള്ളൂ എന്ന് ശിവശങ്കരൻ ഒരു മദ്യപാന സദസ്സിൽ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്. അപ്പൊ ഏതായാലും വി ഡി സതീശനല്ല പിണറായി വിജയൻ വിളിച്ച സംവാദം ഓക്കെ എന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോ സംവാദമൊക്കെ ആകാം, പക്ഷേ നേരിട്ട് പൊളിറ്റിക്കൽ ഡിബേറ്റ് എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയ സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലോകരാജ്യങ്ങളിൽ മുഴുവൻ കാണുന്നതല്ലേ? അതായത് 2 പേർ മുഖാമുഖം നിൽക്കുന്നു അല്ലേ, എന്നിട്ട് അതിലൊരു ആങ്കർ ഉണ്ടാവും, എന്നിട്ട് അവർ ഒരു 5 മിനിറ്റ് ഒരാൾ സംസാരിക്കും, അതിനെതിരെ മറ്റൊരാൾ സംസാരിക്കും, ആങ്കർ അതിന്റെ ഒരു നിലപാട് പറയും, അത് കഴിഞ്ഞിട്ട് വീണ്ടും സംസാരിക്കും. ഇതാണ് ഒരു രാഷ്ട്രീയ സംവാദം എന്ന് പറയുന്നത്. കേരളം ആഗ്രഹിച്ചതാണ് പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ. പിണറായി വിജയനും സതീശനും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ സംവാദം നടത്താൻ പറ്റൂല പേടിത്തൂറിയന്. അപ്പോഴാ പറയുന്നത് ഫേസ്ബുക്കിൽ മതിയെന്ന്.
അപ്പൊ ഫേസ്ബുക്കിൽ മതി എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിയുടെ എന്താ പറയാ ഒരു പ്രതികരണം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സലീം കുമാർ പറഞ്ഞതാണ്, അയ്യോ അയ്യോ മുഖ്യമന്ത്രി പിണറായി വിജയ, പുലിമടയിൽ പോയി തലവെക്കല്ലേ, പുലിമടയിൽ പോയി തലവെക്കല്ലേ, തലയും കൊണ്ട് ആര് പോകും, തലയും കൊണ്ട് സതീശൻ പോകും. ഇനിയും വേണമെങ്കിൽ കേസെടുത്തോ, അതായത് വന്യമൃഗങ്ങളെ അപമാനിച്ചു എന്നുള്ള പേരിൽ വേണമെങ്കിൽ AK ശശീന്ദ്രൻ ചിലപ്പോൾ കേസെടുക്കട്ടോ. ഒരു കേസും കൂടിയും സലീം കുമാറിന് നേരെ വരും. അതായത് പുലിയെ അധിക്ഷേപിച്ചു. അതുകൊണ്ട് വന്യമൃഗ സംരക്ഷണ നിയമപ്രകാരം സലീം കുമാറിനെ തൂക്കാൻ കോടതി വിധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസും കൂടി കൊടുക്കാം. അപ്പം സലീം കുമാർ പറയുന്നത് മുഖ്യമന്ത്രി എന്ത് ചെയ്യരുത്, പുലിമടയിൽ തലയിടരുത്, തലയും കൊണ്ട് ആര് പോകും, സതീശൻ പോകും. കാരണം സതീശൻ പണ്ട് ഇതേപോലെ ഡോക്ടർ തോമസ് ഐസക്, ഇയാൾ എന്തോ വലിയ കൊളസ്ട്രോൾ ആണെന്നാണല്ലോ പറയാ. ഡോക്ടർ തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ വിദേശ സർവകലാശാലകളിലൊക്കെ ഇയാൾ എന്തോ ഒരു കൊളസ്ട്രോൾ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ച കൊളസ്ട്രോൾ ആണ് ഈ പറയുന്ന തോമസ് ഐസക് എന്ന് പറയാ. തോമസ് ഐസക് ലോട്ടറി, സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ലോട്ടറി വിവാദത്തിൽ ഇതേപോലെ ഒരു പരസ്യ സംവാദം നടത്തിയിരുന്നു വി ഡി സതീശനും തോമസ് ഐസക് ഓടിയ വഴിയിൽ ഇതുവരെ പുല്ലുകൾ കിളിർത്തിട്ടില്ല. തോമസ് ഐസക് കണ്ടം വഴി ഓടി, ആ വഴിയിലൊന്നും ഇതുവരെ പുല്ല് കിളിർത്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് സലീം കുമാർ ചൂണ്ടിക്കാട്ടുകയാണ്. അതൊക്കെയാണ് ഈ സലീം കുമാറിന്റെ ഈ വാർത്ത. മുഖ്യമന്ത്രിയോട് സലീം കുമാർ, പുലിമടയിൽ തലയിടല്ലേ, പുലിമടയിൽ കൊണ്ടുപോയി തല വെക്കരുത്, മുഖ്യമന്ത്രിയോട് നടൻ സലീം കുമാറിന്റെ ഉപദേശം. സംവാദത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചതിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു സലീം കുമാർ.